السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم. وهو الشكور فلن يضيع سعيهم لكن يضاعفه بلا حسبان. ما للعباد عليه حق واجب هو أوجب الأجر العظيم الشان. كلا ولا عمل لديه ضائع إن كان بالإخلاص والإحسان. إن عذبوا فبعدله أو نعموا فبفضله والحمد للمنان. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്മാഉൽ ഹുസ്ന വിശദീകരിക്കുന്നതിനിടയിൽ ധാരാളം അസ്മാഉകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞു. പരിശുദ്ധ റമളാനിന്റെ മുമ്പ് വിശദീകരിച്ച പേരുകൾക്ക് ശേഷം ആ വിഷയത്തിന്റെ പരമ്പര ഇൻഷാ അല്ലാഹ് തുടരുകയാണ്. അർഹമുർ റഹീമീനായ തമ്പുരാൻ അവനെ സംബന്ധിച്ച് പറയുന്ന അവന്റെ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ച് പ്രകീർത്തിക്കുന്ന ഈ മഹത്തായ സംരംഭത്തിലൂടെ ധാരാളം അനുഗ്രഹങ്ങളും നിഅമത്തുകളും നമുക്കവൻ ചൊരിഞ്ഞു തന്നു. അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു എല്ലാവർക്കും മോചനം നൽകുകയും പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം എന്നെന്നും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ
മറ്റൊരു പേരാണ് ഷക്കൂർ, അതുപോലെ തന്നെ ഷാക്കിർ. വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് ഷക്കൂർ എന്ന് അല്ലാഹുവിന്റെ പേര് അവൻ പറഞ്ഞതായി കാണാം. 2 സ്ഥലത്ത് ഷാക്കിർ എന്ന പേരും പറഞ്ഞതായി കാണാം. ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഏറെ നന്ദിയുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചവൻ ഏറെ നന്ദിയുള്ളവനാണ്, ഷക്കൂറാണ്, ഷാക്കിറാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് മുഅ്മിനുകൾ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഒരല്പസമയം നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വചനമായി ഇബ്നു ജരീർ തബരി അവിടുത്തെ തഫ്സീറിൽ എടുത്ത് ഉദ്ധരിച്ചത് കാണാം. അല്ലാഹുവിനെ പറ്റി അവൻ പറയുന്നു, ഇന്നഹു ഗഫൂറുൻ ശക്കൂർ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഗഫൂറാണ്. അതുപോലെ തന്നെ ശക്കൂർ, ഏറെ നന്ദിയുള്ളവനാണ്. എന്താണ് അങ്ങനെ പറയുന്നത് കൊണ്ട് ഉദ്ദേശം? മഹാനവറുകൾ പറയുന്നു, ഇന്നഹു ഗഫൂറുൻ ലിദുനൂബിഹിം, അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് സംഭവിക്കുന്ന പാപങ്ങളെ പൊറുക്കുന്നവനാണ്. ശക്കൂറുൻ ലിഹസനാതിഹിം, അവരിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസനത്തുകളെ അഥവാ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് ഏറെ നന്ദി കാണിക്കുന്നവനാകുന്നു അല്ലാഹു. അതുപോലെ തന്നെ ഇന്നല്ലാഹ ഗഫൂറുൽ ലിദ്ദുനൂബി ശക്കൂറുൽ ലിൽ ഹസനാതി, നന്മകൾക്ക് അല്ലാഹു ഏറെ നന്മ ചെയ്യുന്നവരോട് അല്ലാഹു ഏറെ നന്ദി കാണിക്കുന്നു. ഏതിനൊക്കെ യുദാഇഫുഹാ, ആ നന്മക്ക് അവൻ ധാരാളക്കണക്കിന് ഇരട്ടിക്കിരട്ടിയായിട്ടാണ് നൽകുന്നത്. ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ വാചകമായി ഇതുപോലെ തന്നെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. ഹുവല്ലദീ, അല്ലാഹു ശക്കൂറാണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹുവ, അവൻ അല്ലദീ യശ്കുറുൽ യസീറ മിനത്താഅത്തി, മനുഷ്യർ ചെയ്യുന്ന നിസ്സാരമായ സൽക്കർമ്മങ്ങൾ പോലും അവൻ ഏറെ നന്ദി ചെയ്യുന്നു. ഫയുസീബു അലൈഹിൽ കസീറ മിനസ്സവാബ്, അവർക്ക് കണക്കല്ലാത്ത പ്രതിഫലം നൽകുന്നു. വയുഅ്തിൽ ജസീല മിനൻ നിഅമ, ധാരാളക്കണക്കിന് നിഅമത്തുകൾ അവൻ വാരിക്കോരി ചൊരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശക്കൂറാണ്, ഷാക്കിറാണ് എന്ന് പറയുമ്പോ ഇമാം ബൈഹഖി പോലെയുള്ള പണ്ഡിതന്മാർ ഇതേ ആശയം പറഞ്ഞതായി കാണാം. ഹുവല്ലദീ യശ്കുറുൽ യസീറ മിനത്താഅതി വയുഅ്തി അലൈഹിൽ കസീറ മിനൽ മസൂബത്തി, ധാരാളക്കണക്കിന് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്നു, അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. പക്ഷേ അതിനൊന്നും പകരം ഈ മനുഷ്യന്മാർ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തിട്ടല്ല. കുറച്ചു കാര്യങ്ങൾ അടിമകൾ ചെയ്യുമ്പോഴേക്ക് തന്നെ അല്ലാഹു അതിന്റെ ഏറെ നന്ദിയോടുകൂടി വലിയ വലിയ പ്രതിഫലമാണ് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വഹുവ ശക്കൂറു ഫലൻ യുദയ്യ സഅയഹും ലകിൻ യുദാഇഫുഹു ബിലാ ഹുസ്ബാനി. അല്ലാഹു ശക്കൂറാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് ചെയ്യുന്ന ഏത് അധ്വാനങ്ങളെയും അത് പാഴാക്കുന്നതല്ല. ലാകിൻ യുദാഇഫുഹു ബിലാ ഹുസ്ബാനി, കണക്കല്ലാത്ത നിലക്ക് ഇരട്ടിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ത് തന്നെ അമല് ചെയ്താലും അല്ലാഹുവിന്റെ അടുക്കൽ അത് പാഴായി പോകുന്ന പ്രശ്നമില്ല. കല്ലാ വലാ അമലുൻ ലദൈഹി ളായിഉൻ ഇൻ കാന ബിൽ ഇഖ്ലാസി വൽ ഇഹ്സാനി. ഇഖ്ലാസോടുകൂടി നല്ല നിലക്ക് ഒരാൾ ഏത് നിസ്സാരമായ കാര്യം അല്ലാഹുവിന് വേണ്ടി ചെയ്താലും അതൊന്നും തന്നെ പടച്ച തമ്പുരാന്റെ കണക്കില്ല നഷ്ടപ്പെടുകയോ
പ്രതിഫലം ലഭിക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്നതല്ല. ഈ അർത്ഥം തന്നെയാണ് പണ്ഡിതന്മാർ ഏതാണ്ടെല്ലാം വിശദീകരിച്ചത്. ഇനിയും നമുക്ക് കാണാം ഷാക്കിർ, ഷക്കൂർ എന്നൊക്കെയുള്ള നാമത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാര് പറയുന്നു, അല്ലദീ അല്ലാഹു യശ്കുറുൽ ഖലീൽ മിനൽ അമലി, കുറഞ്ഞ പ്രവർത്തനം ചെയ്യുമ്പോഴേ തന്നെ അല്ലാഹു ആ ചെയ്ത പ്രവർത്തനം ചെയ്ത ആളുകളോട് ഏറെ നന്ദി കാണിക്കുന്നു. വയഗ്ഫിറുൽ കസീറ മിനസ് സലലി, എത്ര തന്നെ പാപങ്ങളും അബദ്ധങ്ങളും വന്നുപോയിട്ടുണ്ടെങ്കിലും അല്ലാഹു ഏറെ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. വയുളാഇഫു ലിൽ മുഖ്ലിസീന അഅ്മാലഹും ബിഗൈരി ഹിസാബിൻ, ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു കണക്കല്ലാതെ വാരിക്കോരി ഇരട്ടിക്കരട്ടിയായി കൊടുക്കുന്നു. വയസ്കുറു ശാക്കിരീന, അവനോട് നന്ദി കാണിക്കുന്നവരോട് അവൻ ഇങ്ങോട്ട് നന്ദി കാണിക്കുന്നു. വയദ്കുറു മൻ ദകറഹു, അവനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരെ അവൻ ഓർക്കുന്നു. മൻ തഖറബ ഇലൈഹി ബിശൈഇൻ മിനൽ അഅ്മാലി സ്വാലിഹ തഖറബ അല്ലാഹു മിൻഹു അക്സർ, അല്ലാഹുവിലേക്ക് അമലുകളിലൂടെ നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ ഒരാൾ അല്ലാഹുവിലേക്ക് അല്പമെങ്കിലും അടുക്കുമ്പോഴേക്ക് അല്ലാഹു അതിനേക്കാൾ ഏറെ അവനോട് ഇങ്ങോട്ട് അടുപ്പം കാണിക്കുന്നു. ഇതൊക്കെ ഷക്കൂർ, ഷാക്കിർ എന്ന് പറയുന്നതിന്റെ ആശയമാണെന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ അല്ലാഹുവിനെ പറ്റി ഷക്കൂർ, ഷാക്കിർ എന്നൊക്കെ മനസ്സിലാക്കിയ മുഅ്മിനുകൾ, മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നിസ്സാരമായ അമല് പോലും, ചെറിയ ഒരു അമലിന് വരെ അല്ലാഹുവിന്റെ അടുക്കൽ അളവറ്റ പ്രതിഫലമാണുള്ളത്. അതുകൊണ്ട് നമ്മളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏതൊരു കാര്യത്തെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. അതൊരു ചെറിയ സുന്നത്തല്ലേ, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമല്ലേ എന്ന നിലയ്ക്ക് നിങ്ങൾ വിട്ടുകളയരുത്. അല്ലാഹുവിന്റെ അടുക്കൽ അതിനൊക്കെ വലിയ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. കാരണം അല്ലാഹുവിന്റെ സ്വഭാവം, അവനോട് നമ്മൾ ഒരു ചെറിയ നന്മ അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ ചെയ്താൽ ഇരട്ടിക്കരട്ടിയായിട്ടാണ് അവൻ തിരിച്ചു തരുന്നത്. ഇരട്ടിക്കരട്ടിയായിട്ടാണ് അവൻ ഇങ്ങോട്ട് പ്രതിഫലം നൽകുന്നത്. അതാണ് അവൻ ശക്കൂറാണ്, ഏറെ നന്ദിയുള്ളവനാണ്. അവനോട് അങ്ങോട്ട് ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മത്തിനും ആ തോതനുസരിച്ചിട്ടല്ല ശരീകരണം വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ, ലാ തഹ്തിറന്ന, നീ ഒരിക്കലും നിസ്സാരമായി കാണരുത്, മിനൽ മഅറൂഫി ശൈഅൻ, സൽക്കർമ്മങ്ങളിൽ നിന്ന്, സദാചാരങ്ങളിൽ നിന്ന് ഒന്നിനെയും നീ അത് വളരെ ചെറുതല്ലേ, ഒരു ചെറിയ സംഗതിയല്ലേ, അതിൽക്ക് ഇത്ര കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നീ അതിനെ തള്ളിക്കളയരുത്. എത്രത്തോളം അല്ലേ, വലൗഅൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് നീ ഒന്ന് പ്രസന്നമായ മുഖത്തോടുകൂടി, ഒന്ന് പുഞ്ചിരി പൊഴിക്കുന്ന മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ നീ അഭിമുഖീകരിക്കുന്നത് വരെ നിസ്സാരമായി കാണരുത്. അതിനും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രോത്സാഹനം നൽകുന്നു. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഇതഖുന്നാർ, ജനങ്ങളെ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ, തീയനെ നിങ്ങൾ സൂക്ഷിക്കണേ. നരകത്തിയിൽ അകപ്പെടുന്നതില്ലെന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ അഭയം ചോദിക്കണേ. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും, ഒരു കാരക്കയുടെ ചീളല്ലേ ഇതൊരാൾക്ക് കൊടുത്തെന്താ കാര്യം? ഒരു പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് കൊണ്ട് വലിയ പ്രതിഫലമായിരിക്കും ഉണ്ടാവുക. അപ്പൊ സൽക്കർമ്മങ്ങളിൽ നിന്ന് നീ ഒന്നിനെയും നിസാരമായി കാണണ്ട. ഇല്ലം യജിദ് ബികലിമത്തിൻ തയ്യിബ, നല്ല ഒരു വാക്കൊരാളോട് പറയുന്നതെങ്കിലും, ഒരു നല്ല വർത്തമാനം പറയുന്നതെങ്കിലും അതുപോലും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിഷയങ്ങളിലും ചെറിയ ചെറിയ സംഗതികൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിച്ച പ്രതിഫലമാണ് നൽകുന്നത്. അതാണ് ഏറെ നന്ദി ചെയ്യുന്നവനാണ് അല്ലാഹു ശക്കൂർ. ഷാക്കിർ എന്ന് പറയുമ്പോൾ നന്ദി ചെയ്യുന്നവൻ എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ഇതിന് ഉദാഹരണമായി ധാരാളം കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂല് അതാ വിശുദ്ധ ഖുർആനിലെ ആയത്തോരി തരുന്നു നമുക്ക്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാഅ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല
വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമായിട്ട് ഇങ്ങോട്ട് നൽകപ്പെടുമ്പോ ഏറെ വർദ്ധനവോടുകൂടിയാണ് നൽകുന്നത്. അതിന് പല ഉദാഹരണങ്ങളും ഖുർആൻ പറയുന്ന കൂട്ടത്തിൽ സദഖയെ പറ്റി പറഞ്ഞെടുത്ത് പറയുന്നു. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിലേക്ക് ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ധാന്യമണി പോലെയാണ്. അംബത്തത്ത് സബഅ സനാബിൽ, ഒരേ ധാന്യമണിയിൽ നിന്ന് അത് മുളച്ചു പൊങ്ങിയിട്ട് 7 കതിരുകൾ ഉണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരുകളും 100 വീതം മണികൾ, 700 ഇരട്ടിയായില്ലേ? അതുകൊണ്ടും തീരുന്നില്ല. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇനിയും ഇരട്ടിക്കിരട്ടിയായി കൊടുക്കുന്നതാണ്. അല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിന്റെ അടുക്കൽ ഇത്രയൊക്കെ ആളുകൾ, കോടിക്കണക്കിന് മനുഷ്യന്മാർ ധർമ്മം ചെയ്യുമ്പോ ഇവർക്കൊക്കെ 70ഉം 700ഉം അതിലേറെയും ഒക്കെ ഇരട്ടിയായി കൊടുക്കാൻ മാത്രം പടച്ചവന്റെ അടുത്തുണ്ടോ? തീർന്നു പോവില്ല എന്ന് സംശയിക്കേണ്ട. അല്ലാഹു ഉടനെ പറയുന്നു വല്ലാഹു വാസിഉൻ അലീം, അവൻ വിശാലനാണ്, അവൻ എല്ലാം അറിയാം, അവൻ കൊടുത്താൽ തീരാത്തവനാണ്. ആർക്കൊക്കെ കൊടുക്കണം എന്ന അലീമുൻ, അവൻ നന്നായിട്ട് അറിയുന്നവനുമാണ്. അപ്പൊ പടച്ചതമ്പുരാൻ അങ്ങനെയാണ്. അങ്ങോട്ട് നന്മ ചെയ്താൽ അതിന് ഇരട്ടിയാണ് തരുന്നത്. ഇനിയും റബ്ബ് പറയുന്നു ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അല്ലാഹു ഒരു അണുത്തൂക്കം പോലും അവന്റെ അടിമകളോട് അനീതി കാണിക്കില്ല. ഒരു ദർറത്തിന്റെ അത്ര അണുത്തൂക്കം പോലും അല്ലാഹു ഒരാളോടും ദുൽമ ചെയ്യുന്നതല്ല, അക്രമം കാണിക്കുന്നതല്ല, നീതി കാണിക്കുന്നതല്ല. വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. ഇൻ തകു ഹസനതൻ, ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ യുദാഇഫ്ഹാ, അവൻ ഇരട്ടിക്കിരട്ടിയായി കൊടുക്കുന്നു. അവന്റെ പക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം അവൻ നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സദഖയുടെ കാര്യം പറഞ്ഞെടുത്ത് റസൂലുള്ള ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു. മൻ തസദ്ദഖ ബിഅദിൽ തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, നല്ല മുതലിൽ നിന്ന്, ഹലാലായ നിലക്ക് സമ്പാദിച്ച സാലിഹായ ധനത്തിൽ നിന്ന് ആരെങ്കിലും ഒരു കാരക്കയുടെ അത്രയെങ്കിലും ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല മുതലിൽ നിന്ന് ഒരാൾ ഒരു കാരക്കയോളം ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് റസൂൽ ഉടനെ പറയുന്നു വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയുമില്ല. അത് പ്രത്യേകം അവിടെ പറഞ്ഞു വെച്ചു. ധർമ്മം ഒരുപാട് ചെയ്തിട്ട് കാര്യമില്ല, കൊടുക്കുന്ന മുതൽ ശുദ്ധമാകണം. ശുദ്ധമായ വഴിയിലൂടെ സമ്പാദിച്ച മുതലിൽ നിന്ന് കൊടുത്താലേ അല്ലാഹു സ്വീകരിക്കൂ. കാരണം വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നതേ അല്ല. നല്ല മുതലിൽ നിന്ന് ഒരാൾ ഒരു കാരക്കച്ചീളോളമാണ് ധർമ്മം കൊടുത്തതെങ്കിലും ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അല്ലാഹു അതാ ധർമ്മം ചെയ്ത മനുഷ്യരിൽ നിന്ന് സന്തോഷത്തോടുകൂടി അവന്റെ വലത് കരം കൊണ്ടവൻ സ്വീകരിക്കുന്നു. സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ, എന്നിട്ട് ആ ധർമ്മം ചെയ്ത മനുഷ്യന് വേണ്ടി അല്ലാഹു അതിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. ഏതുവരെ കമായുറബ്ബിയതുപോലെ കമായുറബ്ബി അഹദുക്കും ഫതുവഹു, നിങ്ങളിൽ ഒരാൾ തന്റെ ഒരു ഒട്ടകക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു കുതിരക്കുട്ടിയെ, ചെറുപ്പത്തിൽ ഒരു കുതിരക്കുഞ്ഞിനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ നോക്കി ഉണ്ടാക്കി തീറ്റ കൊടുത്ത് അതിന് വേണ്ട സൗകര്യങ്ങളും സന്നാഹങ്ങളും മാലയും ഒക്കെ ഒരുക്കിയിട്ട് അതിന് വേണ്ട പോഷണങ്ങൾ നൽകിയിട്ട് അതിനെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരാറില്ലേ? അങ്ങനെ അല്ലാഹു ഇതിനെ ഇങ്ങനെ വളർത്തി മുതല് നല്ലതായ ധർമ്മം ചെയ്തിട്ടുള്ള ഏതൊരു നിസ്സാരമായ ധർമ്മമാണെങ്കിലും അല്ലാഹു വരെ വളർത്തി കൊണ്ടുവന്ന് ഹത്താ തകൂന മിഥ്ലൽ ജബലി, അതൊരു മലയോളമായി തീരുന്നത് വരെ നീ ധർമ്മം ചെയ്തിട്ടുള്ള ഒരു കാരക്ക സമാനമായ ഒരു ധർമ്മം അല്ലാഹുവിന്റെ അടുക്കൽ നീ മഹ്ശറിൽ എത്തുമ്പോ അത് വലിയ പർവ്വത സമാനമായിട്ടാണ് നിനക്കത് കാണുന്നത്. അല്ലാഹു അത് നിനക്ക് വേണ്ടി അവിടെ വളർത്തി വച്ചിരിക്കുകയാണ്. അങ്ങനെ പർവ്വത സമാനമായി നീ ഒരു കാരക്കയോളം വരുന്ന ഒരു സാധനം ധർമ്മം ചെയ്തിട്ട് അല്ലാഹുവിന്റെ അടുത്തെത്തുമ്പോ അതിന്റെ പ്രതിഫലം പർവ്വത സമാനമായ നിലക്ക് നീ ധർമ്മം ചെയ്തതിന് തുല്യമായിട്ട് നിനക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഇത് അല്ലാഹു ശക്കൂറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ്. റസൂലുള്ളാഹിന്റെ അരികിൽ അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജാഅ റജുലുൻ ബിനാഖത്തിൻ മഖ്തൂമ, ഒരു മൂക്ക് കയറിട്ട ഒരു ഒട്ടകത്തെയുമായി റസൂലുള്ളാഹിന്റെ അരികിൽ ഒരാൾ വരുന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ ഈ ജീനീട്ട അല്ലെങ്കിൽ ഈ മൂക്ക് കയറിട്ട ഒട്ടകത്തെയുമായി
റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഹാദിഹി ഫീ സബീലില്ലാഹ്, നബിയേ ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് എന്റെ സ്വതക്കയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള എന്റെ ധർമ്മമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂല മനുഷ്യരോട് സഹാബിയോട് സന്തോഷം പറയുന്നു, ലക ബിഹാ യൗമൽ ഖിയാമ 700 നാഖത്തിൻ കുല്ലഹാ മഖ്തൂമ, നിനക്ക് ഇതിന് പകരമായി നാളെ പരലോകത്ത് അന്ത്യനാളിൽ 700 ഒട്ടകങ്ങളുണ്ട്. ഈ 700 ഒട്ടകങ്ങളും ഇങ്ങനെ കടിഞ്ഞാനിട്ട് 700 ഒട്ടകങ്ങളെ ഒട്ടകത്തിന് പകരമായി നിനക്ക് മഹ്ശറിൽ കാണാം, പരലോകത്ത് നിന്റെ നന്മയുടെ റിക്കാർഡിൽ കാണാമെന്ന് റസൂലുള്ള പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് പറയുന്ന ഒരു സന്തോഷ വാർത്തയാണ്. അല്ലാഹു ശക്കൂർ ആണെന്ന് പറയുമ്പോൾ അല്ലാഹു ഏറെ നന്ദി കാണിക്കുന്നവനാണ്. അതിന്റെ ആശയമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലാഹു ഇങ്ങനെ ഇരട്ടിക്കിരട്ടി തരുന്നത് നന്മകൾക്ക് മാത്രമാണ്. അതും അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നന്ദിയാണ് നമ്മളോട്. അല്ലാഹു നമ്മളൊരു ഉപകാരം ചെയ്തിട്ടൊന്നല്ല അല്ലാഹു നന്ദി കാണിക്കുന്നത്. അടച്ച തമ്പുരാൻ അവന്റെ ഏറ്റവും വലിയ ഒരു സിഫത്താണ് ഈ പറയുന്നത്, അവന്റെ പേരാണ്. അവൻ ഇങ്ങോട്ട് കിട്ടി എന്ന് നോക്കിയിട്ടല്ല, ഏറെ വർദ്ധനയോടുകൂടി അങ്ങോട്ട് തരുന്നവനാണ്. അവനെ കോപിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തവനല്ലേ എന്ന നിലയ്ക്ക് ഇരട്ടിക്കിരട്ടി ശിക്ഷ കൊടുക്കുന്ന പരിപാടി അവനില്ല. നന്മക്കാണ് അല്ലാഹു ഇങ്ങനെ ചെയ്യുന്നത്, നന്മക്കാണ് അല്ലാഹു ഇരട്ടിക്കിരട്ടിയായി കൂലി കൊടുക്കുന്നത്. മറിച്ച് ഒരടിമ തെറ്റ് ചെയ്താൽ അവനെ ഇരട്ടിക്കിരട്ടിയായിട്ട് ശിക്ഷ കൊടുക്കുന്ന പരിപാടി അല്ലാഹുവിനില്ല. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അവന്റെ ശക്കൂറാണ്, അവന്റെ ഏറ്റവും വലിയ ഒരു റഅഫത്തും റഹ്മത്തുമാണ് അടിമകളോട്. ശുദ്ധ ഖുർആൻ പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിത്ലഹാ വഹും ലാ യുദ്ലമൂൻ. സൂറത്തുൽ അൻആമിൽ നമുക്ക് 160-ാമത്തെ ആയത്തായി അല്ലാഹു പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ, ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, ഫലഹു അശ്റു അംസാലിഹാ, അവൻ അതിന്റെ 10 കണക്കിന് 10കളായിട്ട് ഇരട്ടിയായിട്ട് അല്ലാഹു കൊടുക്കുന്നതാണ്. അതേ അവസരത്തിൽ ആരെങ്കിലും ഒരു തിന്മ ചെയ്താലോ, ഒരു തിന്മ കൊണ്ടുവന്നാലോ, ഫലാ യുജ്സാ ഇല്ലാ മിത്ലഹാ, തത്തുല്യമായ കൂലിയല്ലാതെ അല്ലാഹുവിന് കൊടുക്കുന്നതല്ല. വഹും ലാ യുദ്ലമൂന, ഒരു കാരണവശാലും അല്ലാഹു അവരോട് അക്രമമോ അനീതിയോ കാണിക്കുന്നതുമല്ല. ഇത് നമ്മൾ ശരിക്കും അല്ലാഹുവിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ നല്ല കാര്യം ചെയ്താൽ അല്ലാഹു ഒരു നന്മയുടെ കൂലിയല്ല തരുന്നത്. ഒരു നല്ല കാര്യം ചെയ്താൽ 10 കൊണ്ടാ തുടങ്ങുന്നത്. പിന്നെ ചെയ്തവന്റെ ആത്മാർത്ഥതക്കനുസരിച്ച് 10ഉം 200ഉം 700 വരെയും അതിലപ്പുറവും പടച്ചതമ്പുരാൻ ഏറ്റി തരാണ്. അതേ അവസരത്തിൽ അവന്റെ അടിമയിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാലോ, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന് 10 മുതൽക്കല്ല ശിക്ഷ തുടങ്ങുന്നത്. ഒരു തെറ്റിനുള്ള ശിക്ഷയെ നൽകുന്നുള്ളൂ. ഒരു നന്മ ചെയ്താൽ 10 നന്മ മുതൽക്കുള്ള പ്രതിഫലമാണ് തുടങ്ങുന്നതെങ്കിൽ, ഒരു തിന്മ മനുഷ്യരിൽ നിന്ന് വന്നുപോയാൽ അല്ലാഹു അവൻ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല. ഒരു തിന്മ വന്നുപോയാൽ ആ ഒരു തിന്മക്ക് തുല്യമായ ഒരു ശിക്ഷയാണ് അവന് കിട്ടുന്നത്. ഇതാണ് പറയുന്നത്, വമൻ ജാഅ ബിൽ ഹസനതി, ആരെങ്കിലും ഒരു നല്ല കാര്യം കൊണ്ടുവന്നാൽ അവന് ഇരട്ടിക്കിരട്ടിയാണ്, അതിന്റെ 10 കണക്കിന് ഇരട്ടിയായിട്ട് അങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. മറിച്ച് ഒരു തെറ്റ് കൊണ്ടുവന്നാലോ, ഒരു തിന്മ കൊണ്ടുവന്നാലോ, ഫലാ യുജ്സാ, അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല, ഇല്ലാ മിത്ലഹാ, ആ തെറ്റിന് തുല്യമായ നിലക്കുള്ള ഒരു ശിക്ഷയല്ലാതെ നൽകപ്പെടുകയില്ല. ഇത് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അന്നാമിലെ 150-ാമത്തെ ആയത്തിന് പുറമെ ഗാഫിറിലെ 40-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നു, മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിത്ലഹാ, ആരെങ്കിലും ഒരു സയ്യിഅത്ത് പ്രവർത്തിച്ചാൽ, ഒരു തിന്മ പ്രവർത്തിച്ചാൽ, ഫലാ യുജ്സാ ഇല്ലാ മിത്ലഹാ, അതിന് തുല്യമായ പ്രതിഫലമല്ലാതെ അല്ലാഹു കൊടുക്കൂല. 10 കണക്കിന് നീ ഒരു തെറ്റ് ചെയ്തില്ല, എന്നാൽ എനിക്ക് 10 ഇരട്ടി ശിക്ഷ മുതൽ തുടങ്ങുന്നത് പറഞ്ഞിട്ടില്ല. ഇത് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതേ അവസരത്തിലോ ആണാവട്ടെ പെണ്ണാവട്ടെ, ഈമാനോടുകൂടി ഒരാൾ സൽക്കർമ്മം പ്രവർത്തിച്ചാലോ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. യുർസഖൂന ഫീഹാ, സ്വർഗത്തിൽ
വെച്ചവർക്ക് അന്നം നൽകപ്പെടുന്നതാണ്, വിഭവങ്ങൾ നൽകപ്പെടുന്നതാണ്. ബിഗൈരി ഹിസാബ്, കണക്കല്ലാത്ത നിനക്ക്, കണക്കൊന്നുമില്ല. പടച്ചോന് നന്മ ചെയ്തവർക്ക് കൂലി കൊടുക്കുമ്പോ കണക്കൊന്നുമില്ല, വാരിയാ കൊടുക്കല്. തിന്മ ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുമ്പോഴോ അത് വളരെ കറക്റ്റ്, ആ ചെയ്ത തിന്മക്ക് തുല്യമായ ശിക്ഷ മാത്രമേ കൊടുക്കുള്ളൂ. ഇത് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ശകൂറാണ് എന്റെ റബ്ബ് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസി തന്റെ റബ്ബിനെ സംബന്ധിച്ച്, എന്റെ റബ്ബിന് അത്രയും ഞങ്ങളോട് സ്നേഹമാണ്, അവൻ നമ്മളോട് വാത്സല്യമുള്ളവനാണ്, അവൻ നമ്മളോട് അനുകമ്പയുള്ളവനാണ്, ദയയുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദി, ഏറെ നന്ദിയുള്ളവനല്ലേ ശക്കൂറിന്റെ അർത്ഥം. നമുക്കെന്താ അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്? നിസ്കരിക്കുന്നവർക്ക്, നോമ്പ് നോൽക്കുന്നവർക്ക്, സക്കാത്ത് കൊടുത്തിട്ടുള്ളവർക്ക്, ഹജ്ജ് ചെയ്യുന്നവർക്ക്, ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളത് എന്താ? സ്വർഗം. ഈ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ പറയുന്നത് കേട്ടാൽ, അവയൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിന് പകരമായിട്ട് അല്ലാഹു ഈ സ്വർഗം തരുന്നത് നമ്മുടെ ഈ നിസ്സാരമായ 10-60 കൊല്ലത്തിനിടയ്ക്ക് ഒരു മനുഷ്യൻ ജീവിച്ചാൽ തന്നെ 10-30 കൊല്ലമാണ് ഉറങ്ങാതെ ഉണർന്നുകൊണ്ട് ജീവിക്കുന്ന പ്രായം. അതിൽ തന്നെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിനും ജോലിയുടെ ആവശ്യത്തിനും വേണ്ടി എത്രയോ കൊല്ലങ്ങൾ നീക്കിവെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയ കൊല്ലങ്ങൾ മാത്രമാണ് നമുക്ക് അമൽ ചെയ്യാനും ഇബാദത്ത് ചെയ്യാനും കിട്ടുന്നത്. തുച്ഛമായ കർമ്മം ചെയ്യുമ്പോഴേക്ക് അല്ലാഹു ഓഫർ ചെയ്യുന്നതോ ശാശ്വതമായ സ്വർഗമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ ചെയ്യുന്ന അമലിന്റെ തുല്യമായിട്ടൊന്നുമല്ല അല്ലാഹു തരുന്ന സ്വർഗം. അല്ലാഹുവിന്റെ സ്വർഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അമൽ ഒന്നുമല്ല. പച്ചതമ്പുരാൻ നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സുഖങ്ങളും സൗകര്യങ്ങളും നോക്കുമ്പോ നമ്മളത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ ഒന്നുമല്ല, വളരെ നിസ്സാരമാണ്. അതും അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ ഒരാൾ സ്വർഗത്തിൽ കടക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ അമല് കൊണ്ടല്ല, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങളെ, ലാ യുദ്ഖിലു അഹദൻ മിൻകും അമലുൽ ജന്ന വലാ യുജീറുഹു മിനന്നാർ. നിങ്ങളിൽ ഒരാളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല അമലുഹു, അവന്റെ പ്രവർത്തനം. അമല് ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു അമല് എനിക്ക് സ്വർഗം കിട്ടാൻ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനൊന്നും വകുപ്പില്ല. സ്വർഗത്തിന് തുല്യമായി ഒരു അമല് ചെയ്യാൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയുന്നതും അല്ല. വലാ യുജീറുഹു മിനന്നാരി, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന നിലക്ക് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നു, അമല് കൊണ്ടൊന്നും ഒരാൾ സ്വർഗത്തിൽ കടക്കില്ലെങ്കിൽ നബിയേ, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയും അങ്ങനെ തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ അന, എന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്ത അമല് കൊണ്ടൊന്നുമല്ല സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാൻ സ്വർഗത്തിൽ കിടക്കുന്നതല്ല. എന്താ റസൂല പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ നോക്കൂ. നമ്മൾ പറയും, സ്വർഗത്തിൽ തന്നെ എത്ര നിസ്കരിക്കുന്നത്, 5 നേരം ദിവസം 30 നോറ്റ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര ഉംറക്കോ ഹജ്ജിനോ ഇനിയൊക്കെ സ്വർഗത്തിൽക്കല്ല, പടച്ചോമിന് എന്ത് ചെയ്യാൻ അല്ല. അയാൾ അമല് ചെയ്തുകൊണ്ടൊന്നും ഇപ്പൊ സ്വർഗത്തിലേക്കാണ് പോകുമെന്ന് വിചാരിക്കണ്ട. പടച്ചോന്റെ റഹ്മത്ത് കിട്ടണം, അല്ലാഹുവിന്റെ ഫളിലുകൊണ്ടാ സ്വർഗത്തിൽ പോകുന്നത്. സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ ഈ നിസ്കാരം നോമ്പൊക്കെ എവിടെ കിടക്കുന്നു? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മൂല്യമുണ്ടോ നമ്മളെ നിസ്കാരത്തിന്? അപ്പൊ അത് അല്ലാഹു നമുക്ക് സ്വർഗം തരുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഒരു ഫളിലാന്നാ പറയുന്നത്, അവന്റെ ഒരു ഔദാര്യമായിട്ട് തരുന്നതാ. അല്ലാതെ ഈ ലോകത്തിന്റെ ഏറ്റവും അമല് ചെയ്ത അല്ലാഹുവിന്റെ റസൂല് പോലും പറയാണ്, എന്റെ അമല് കൊണ്ട് പോലും സ്വർഗത്തിൽ കിടക്കാൻ മാത്രമാണ്. സ്വർഗത്തിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ എന്റെ അമലും ഒടുക്കെത്താൻ മാത്രമാണ്. ആ അല്ലാഹുവിന്റെ റസൂലാണത് പറയുന്നത്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? റസൂല് പറഞ്ഞല്ലോ, എന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെയും പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല. മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ അൻ ഇല്ലാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. നോക്കൂ നിങ്ങൾ, അപ്പൊ ഏറ്റവും വലിയ പടച്ചോൻ ഇതാണ് നമ്മൾ ശക്കൂർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ശക്കൂർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതിന്
ഏറെ നന്ദിയാണ് കാണിക്കുന്നത്. ഏറെ നന്ദി കാണിക്കുന്നവനാണ് അല്ലാഹു. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചൊന്നല്ല. നമുക്കൊരാളൊരു ഉപകാരം ചെയ്തു തന്നാൽ നമ്മൾ അങ്ങോട്ട് ശുക്ർ പറഞ്ഞാൽ എത്രയാപ്പ ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സൽക്കർമ്മങ്ങളോ ഇബാദത്തോ ഉണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടിയായിട്ടാണ് അവൻ ഇങ്ങോട്ട് നന്ദി കാണിക്കുന്നത്. ആ നിലക്ക് നന്ദി കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല തന്നെ. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളുടെ സ്ഥിതി എന്താണ്? മനുഷ്യരുടെ സ്ഥിതി അല്ലാഹു തആല പറയുന്നുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ശക്കൂർ എന്ന അല്ലാഹു മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു അവരെ കുറിച്ചും ശക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു പറയുന്നു, ഖലീലും ഇബാദിയ ശക്കൂർ, എന്റെ അടിമകളിൽ നിന്ന് ഏറെ നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. ഇപ്പൊ പടച്ചതമ്പുരാൻ നമുക്ക് എത്രയോ ആണ് ഇങ്ങോട്ട് തരുന്നത്. ആ എത്രയോ ഇങ്ങോട്ട് തരുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് എന്താ? നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് നന്ദി കാണിക്കണം. പടച്ചോൻ ഇങ്ങോട്ട് ഏറെ നന്ദി ചെയ്യുമ്പോ പടച്ചതമ്പുരാനോട് അങ്ങോട്ട് ഏറെ നന്ദി കാണിക്കണം. പടച്ചോന് നമ്മുടെ നന്ദി ആവശ്യമുണ്ടായിട്ടല്ല. നമ്മളെല്ലാവരും കൂടെ നന്ദികേട് കാണിച്ചാലും അല്ലാഹുവിന് ഒന്നും വരാനില്ല. ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിനോട് ഏറെ നന്ദി കാണിച്ചു, അല്ലാഹ് അധികാരത്തിലോ അവന്റെ അന്തസ്സിലോ ഒന്നും കൂടുന്നുമില്ല. പടച്ചതമ്പുരാന് ഒരാളുടെയും ഒന്നും ആവശ്യമില്ല. അവൻ ഖനിയാണ്, അവൻ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിരാശ്രയനാണ്. എന്നാലും അല്ലാഹു നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മളോട് പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെ ഓർക്കും. അഷ്കുറൂലി, നിങ്ങൾ എന്നോട് ശുക്ർ കാണിച്ചോളൂ, നന്ദി കാണിച്ചോളൂ. വലാ തക്ഫുറൂ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. ഒട്ടേറെ സ്ഥലത്ത് നമുക്ക് അല്ലാഹുവിന്റെ ഈ നിർദ്ദേശം കാണാം. അള്ളാഹിനെ പറ്റി ശക്കൂർ ഷാക്കൂറൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത്രമാത്രം നമ്മളോട് ഇങ്ങോട്ട് നന്ദി ചെയ്യുന്ന, നമ്മൾ ചെറിയ സൽക്കർമ്മം ചെയ്യുമ്പോഴേക്ക് അതിനൊന്നും മൂല്യമല്ലാത്ത നിലക്ക് എത്രയോ ഇരട്ടിയായി കോടാനുകോടി ഇരട്ടിയായി ഇങ്ങോട്ട് തിരിച്ചു തരുന്ന ഏറെ നന്ദി കാണിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കണം. ശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ, ഭക്ഷിച്ചോളൂ. വസ്കുറൂ ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിനോട് ശുക്ർ കാണിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂന, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ. ഇനിയും കാണാം, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബാ വസ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഹലാലും തയ്യിബുമായതിനെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വസ്കുറൂ നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ കാണിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂന, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ. ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ അല്ലാഹു നമ്മളോട് നന്ദി കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്താണ് ഈ നന്ദി കാണിക്കുക? അല്ലാഹുവിനോട് നമ്മൾ അങ്ങോട്ട് നന്ദി കാണിക്കാൻ പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്നു, പടച്ചോനെ ശുക്രൻ ലക്, എനക്ക് നന്ദി എന്ന് പറയുന്നതോടുകൂടി തീർന്നു. പടച്ചതമ്പുരാൻ നമുക്ക് ഏറെ ഇങ്ങോട്ട് തരുന്നു. കണക്കാക്കാൻ കഴിയോ? അല്ലാഹു ചെയ്തത് നിഅമത്ത് ആർക്കാ കണക്കാക്കാൻ കഴിയുക? ഏത് അളവ് പോലും കൊണ്ടാണ് തിട്ടപ്പെടുത്താൻ സാധിക്കുക? ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ് ലാ തുഹ്സൂഹാ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണാമെനക്കെട്ടാൽ അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധ്യമേ അല്ല, കണക്കാക്കാൻ കഴിയില്ല. എത്ര വെച്ചിട്ടാ നമ്മൾ നിഅമത്ത് എണ്ണ? ഓരോ മനുഷ്യനും നിഅമത്തൊന്ന് എണ്ണി കണക്കാക്കാൻ നിന്നാൽ എത്ര പത്രത്തിൽ എത്ര പേപ്പറിൽ എഴുതാൻ തീരുവോ? സ്വന്തം ശരീരം എടുത്താൽ തന്നെ, സ്വന്തം ശരീരം തന്നെ വഫീ അൻഫുസികും വലാ തുബ്സിറൂന, അല്ലാഹു ചോദിക്കുന്നത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരം, അതിൽ തന്നെ നിങ്ങൾ കണ്ടുകൂടെ? ഓരോ നിങ്ങൾ മനുഷ്യന്റെ ശരീരം എടുത്ത് ഇങ്ങനെ അനലൈസ് ചെയ്ത് അങ്ങനത്തെ ആലോചിച്ചാൽ അത്രയും നിഅമത്ത്. കണ്ണിനെന്താ വില, കാതിനെന്താ വില, മൂക്കിനെന്താ വില, വിരലിനെന്താ വില, മനുഷ്യ ശരീരത്തിലെ ഒരു സെല്ല്, ഒരു കോശത്തിനെന്താ വില? കണക്കാക്കാൻ കഴിയോ? എണ്ണിക്കണക്കാക്കാൻ കഴിയോ? മനുഷ്യൻ ജീവിക്കുന്നവന്റെ ചുറ്റുപാട് എല്ലാം ഈരില്ല. ഇതല്ലേ പ്രപഞ്ചം മുഴുവൻ. സ്വന്തം ഇത് ചിന്തിക്കുന്ന മനുഷ്യന്റെ ആ ചിന്താശേഷിയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, മനുഷ്യന്റെ തന്നെ ശരീരം, അതിൽ ബ്രെയിന്, അവന്റെ കൽബ്, ഹൃദയം, ഓരോന്നും അത്ഭുതങ്ങളുടെ കല്ലറയല്ലേ?
എല്ലാം അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് മുഴുവൻ മനുഷ്യ ശരീരം. അതിൽ തന്നെ ചിന്തിച്ചാൽ തീരില്ല. എത്രമാത്രം പടച്ചവൻ തന്നു. മനുഷ്യൻ ശുക്ർ കാണിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണോ? പണ്ഡിതന്മാര് പറഞ്ഞു കാണാം, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന മനുഷ്യൻ ആദ്യം അറിയേണ്ടത് ഞാൻ ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധമുണ്ടാകലാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിനോട് കാണിക്കുന്ന ശുക്രിൽ ആദ്യമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? എനിക്ക് ഒരുപാട് നിഅമത്തിന്റെ റബ്ബിലൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. ആ ബോധം നമുക്ക് കുറവ്. ഇന്ന് മഹാഭൂരിപക്ഷത്തിനും കുറവാതാ. അവിടെ തന്നെ പിഴക്കാണ്. എനിക്കൊക്കെ എന്ത് നിയമത്തെ അതൊക്കെ മറ്റുള്ളവർക്കാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരും ചിന്തിച്ച് നിരാശപ്പെടുക. എന്ത് നിയമത്താ എനിക്ക് കിട്ടിയത്? നമ്മളാകെ നിയമത്ത് എന്ന് പറഞ്ഞാൽ വലിയ സാലറി, വലിയ സുഖവും സൗകര്യവും നമ്മളെ നിയമത്തതാ. നമ്മളാകെ കൂടി കണ്ട നിയമത്ത് നല്ല ആൾക്ക് വലിയ മുതലാളിമാരെ നമ്മളിങ്ങനെ കാണും. എന്തെങ്കിലും പേര് പറഞ്ഞാൽ അന്നാൾ എന്തായുള്ളൊരു സൂപ്പർ മാർക്കറ്റ്, എന്തായാലും വെച്ച് ലോകത്ത് ഭയങ്കര സുഖമാണ് അയാൾ. നമ്മളാകെ കൂടി നിയമത്ത് കാണുന്നത് അതാണ്.